വീടിൻ്റെ മതിലുകൾക്കുള്ളിൽ അനുരാഗത്തിൻ്റെ വിളക്കു തെളിഞ്ഞു നിൽക്കുമ്പോൾ ആ വെളിച്ചത്തിന് എണ്ണയായി തീർന്നു പോകുന്നത് പലപ്പോഴും ഒരു പുരുഷൻ്റെ രക്തവും വിയർപ്പുമാണെന്ന് പലരും മറന്നുപോകാറുണ്ട്. കുടുംബം എന്നൊരു വാക്കു പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് അമ്മയുടെ സ്നേഹവും മക്കളുടെ ചിരിയും വീടിൻ്റെ ചൂടുമൊക്കെയാണ്. പക്ഷേ ആ വീടിൻ്റെ അടിത്തറയിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു പുരുഷൻ്റെ ത്യാഗത്തിൻ്റെ കഥ മറിഞ്ഞുകിടപ്പുണ്ടാവും. സമൂഹം സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അവരുടെ വേദനകൾക്കും വേണ്ടിയുള്ള ചർച്ചകളിൽ വളരെയധികം സജീവമാണ്. അത് നിർവചനാതീതവും അനിവാര്യവുമാണ്. എന്നാൽ അതിൻ്റെ മറുവശത്ത് കുടുംബത്തിനായി ജീവനെപ്പോലും ബലി കൊടുത്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന പുരുഷന്മാരുടെ ഹൃദയഭാരങ്ങൾ പലപ്പോഴും നിഴലിലേക്കാണ് മറഞ്ഞു പോകുന്നത്. പുരുഷൻ്റെ പോരാട്ടങ്ങൾക്ക് പലപ്പോഴും അംഗീകാരം ലഭിക്കാറില്ല. എന്നാൽ കൂടുതൽ ഭാഗവും അവർ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ പലപ്പോഴും അവരുടെ കടമ എന്നു മാത്രം വിശേഷിക്കപ്പെടുന്നു. ജോലി, വായ്പയുടെ തിരിച്ചടവുകൾ, മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബാംഗങ്ങളുടെ രോഗം, വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റാനുള്ള അലട്ടൽ എല്ലാം അവനിൽ കുരുങ്ങിക്കിടപ്പുണ്ട്. വൈകാരിക അനുഭവങ്ങൾ പോലും തുറന്നു പ്രകടിപ്പിക്കാൻ കഴിയാത്ത നിസ്സഹായരാണവർ. പുരുഷന്മാർ കരയാൻ പാടില്ലത്രേ. കരയുന്നവൻ ദുർബലൻ, കരയാതിരുന്നാലോ കഠിന ഹൃദയൻ. പുരുഷൻ്റെ കൈകളിൽ അധ്വാനത്തിൻ്റെ വിള്ളലുകൾ കാണാം. അവൻ്റെ കാലുകളിൽ കഠിനപാതകളുടെ സഞ്ചാരങ്ങളുടെ വിണ്ടുകീറലുകൾ കാണാം. പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ വിള്ളലുകൾ ആരും കാണുന്നില്ല. കണ്ണുകളിലെ ലാവപ്രവാഹത്തിൻ്റെ പൊള്ളലുകൾ ആരും അറിയുന്നില്ല. കഠിനവാക്കുകളും മിണ്ടാത്ത മുഖവുമൊക്കെ അവൻ്റെ വെറും ആവരണം മാത്രമാണ്. പല പുരുഷന്മാരുടെയും മൗനമാണ് ആ കുടുംബത്തിൻ്റെ സമാധാന അന്തരീക്ഷം. പുരുഷൻ്റെ ജീവിതം ഒരു യാഗശാല തന്നെയാണ്. സ്വന്തം ആഗ്രഹങ്ങളെ കുടുംബക്ഷേമത്തിനായി അവൻ ബലിയർപ്പിക്കുന്നു. പുരുഷൻ്റെ സ്നേഹം അവൻ്റെ ത്യാഗം തന്നെയാണ്. എല്ലാ അലച്ചിലുകൾക്കും നഷ്ടപ്പെടലുകൾക്കും ഒടുവിൽ പല പുരുഷനും കേൾക്കുന്ന ഒരു ഇടിവാൾ ചോദ്യമുണ്ട്: നീ ഇത്ര കാലം ഈ കുടുംബത്തിനു വേണ്ടി എന്തു ചെയ്തു? ശൂന്യമായ കൈകളും മുറിവേറ്റ ഹൃദയവും മാത്രമാണ് മിക്ക പുരുഷന്മാരുടെയും സമ്പാദ്യം. തെറ്റിദ്ധരിക്കപ്പെട്ട പുരുഷൻ്റെ മൗനത്തിന് 1000 നാവാണ്. കുടുംബത്തിനായി ഉരുകി മരിക്കുന്ന പുരുഷനെ സ്നേഹത്താലും നന്ദിയാലും കൂട്ടിപ്പിടിക്കണം. കാരണം അവൻ്റെ നിശബ്ദ പോരാട്ടങ്ങളാണ് അനവധി ജീവിതങ്ങളുടെ അടിത്തറ. എന്നും തണലായ അച്ഛന്, സ്നേഹമായ സഹോദരന്, കൂട്ടായ ഭർത്താവിന്, വാത്സല്യമായ പുത്രന്, എന്തിനും ഒപ്പം നിൽക്കുന്ന നിനക്ക്, പിന്നെ ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ വന്ന പുരുഷ സുഹൃത്തേ, അങ്ങേക്കും നന്ദി.